വത്തിക്കാനിലെ വിശേഷങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പതിവ് പോലെ വത്തിക്കാൻ ഡയറിയുടെ പുതിയ അധ്യായം. ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഉപവാസത്തിന്റെയും പ്രാശ്ചിത്ത പ്രവൃത്തികളുടെയും ആത്മപരിത്യാഗത്തിന്റെയും നോമ്പ് ദിനങ്ങളിലൂടെയാണല്ലോ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നോമ്പ് ദിനങ്ങളിൽ വളരെ സവിശേഷമായ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഭക്താനുഷ്ഠാനമാണ് കുരിശിന്റെ വഴി. ഒട്ടുമിക്ക ദേവാലയങ്ങളിലും ക്രൈസ്തവ സ്ഥാപനങ്ങളിലും എല്ലാ ദിവസവും അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിലെങ്കിലും കുരിശിന്റെ വഴി നടത്താറുണ്ട്. കുരിശിന്റെ വഴിയെക്കുറിച്ച് ഈ ആമുഖം നൽകിയത് 400-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കുരിശിന്റെ വഴിയുടെ പുതിയ ഛായാചിത്രങ്ങൾ സ്ഥാപിച്ചതിനെ കുറിച്ച് പറയാനാണ്. 80 രാജ്യങ്ങളിൽ നിന്നുള്ള 1000-ത്തിലധികം ചിത്രകാരന്മാർ വരച്ച കുരിശിന്റെ വഴി ചിത്രങ്ങളിൽ നിന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇടം പിടിക്കാൻ ഭാഗ്യം ലഭിച്ചതും അതുവഴി ചരിത്രത്തിന്റെ ഭാഗമായി മാറാനുള്ള നിയോഗം ലഭിച്ചതും സ്വിറ്റ്സർലൻഡുകാരനും 36-കാരനുമായ മാനുവൽ ദൂർ വരച്ച ചിത്രങ്ങൾക്കാണ്. 2023 ഡിസംബർ മുതൽ നടത്തിയ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ശേഷമാണ് മാനുവൽ ഡൂറിന്റെ ചിത്രങ്ങൾക്ക് അംഗീകാരം നൽകിയത്. 1,20,000 യൂറോ മാനുവലിന് സമ്മാനത്തുകയായി ലഭിക്കും. 14 ചിത്രങ്ങളാണ് പുതുതായി ബസിലിക്കയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. യേശുവിന്റെ ചിത്രം വരയ്ക്കുക എന്നത് ഏറെ ദുഷ്കരമായ പ്രവൃത്തിയായിരുന്നുവെന്നും ഏറെ നാളത്തെ കഠിനാധ്വാനത്തിന് ശേഷമാണ് അത് പൂർത്തിയാക്കിയതെന്നും മാനുവൽ പറയുന്നു. ഇനി കുരിശിന്റെ വഴിയുടെ ചരിത്രത്തിലേക്ക് കടക്കാം. ക്രിസ്തീയ ആത്മീയതയിൽ ഏറ്റവും ആഴത്തിലുള്ള ധ്യാനാത്മക അനുഭവങ്ങളിലൊന്നാണ് കുരിശിന്റെ വഴി. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സംഭവങ്ങളെ 14 സ്ഥലങ്ങളായി തിരിച്ച് ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും ആഴത്തിൽ ധ്യാനിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആത്മീയ പാരമ്പര്യമാണ് കുരിശിന്റെ വഴി. കുരിശിന്റെ വഴി പ്രാർത്ഥനയുടെ ചരിത്രത്തിന് ക്രിസ്തുവിനോളം തന്നെ പഴക്കമുണ്ട്. ക്രിസ്തു നടത്തിയ കുരിശു യാത്രയുടെ ഓർമ്മകളും പേറി ക്രിസ്തു വിശ്വാസികൾ അവിടുത്തെ വഴികളിലൂടെ നടന്നു തുടങ്ങിയതിൽ നിന്നാണ് അതിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. യേശു കുരിശു ചുമന്ന് നടന്നു നീങ്ങിയ യഥാർത്ഥ വഴി ജെറുസലേമിൽ സ്ഥിതി ചെയ്യുന്ന ഡോളോറോസ എന്നാണ് അറിയപ്പെടുന്നത്. ക്രിസ്തുവിന്റെ പീഡാസഹന ഉത്ഥാനങ്ങൾക്ക് ശേഷം ആദിമ ക്രിസ്ത്യാനികൾക്ക് ഈ വഴിയിലൂടെ നടന്ന ക്രിസ്തുവിന്റെ പീഡകളെ ഓർത്ത് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്പോഴൊന്നും അത് സംഘടിതമായ ഒരു മതവിശ്വാസത്തിന്റെയോ ഔദ്യോഗികമായ പ്രാർത്ഥനകളുടെയോ ഭാഗമായിരുന്നില്ല, മറിച്ച് ആത്മീയ അനുഭവം മാത്രമായിരുന്നു. എന്നാൽ 4-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ വിശുദ്ധ ഹെലേന രാജ്ഞി ജെറുസലേം സന്ദർശിക്കുകയും ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തതോടെ ഈ സ്ഥലങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളായി പരിണമിച്ചു. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിന്ന് അനേകം പേർ ജെറുസലേമിലേക്ക് എത്തിത്തുടങ്ങി. എന്നാൽ അന്നും ഇന്നത്തേതുപോലെ എല്ലാവർക്കും ഇത് സാധിക്കാവുന്ന കാര്യമായിരുന്നില്ല. സാമ്പത്തികം മുതൽ ദൂരക്കൂടുതൽ വരെ പല ഘടകങ്ങളും വിഘാതമായി നിന്നപ്പോൾ ജെറുസലേം കാണാത്തവർക്കായി സ്വന്തം നാട്ടിലെ ദേവാലയങ്ങളിൽ ഇതേ അനുഭവം പകർന്നു നൽകുക എന്ന ആശയം ഉദിക്കുകയും അതനുസരിച്ച് കുരിശിന്റെ വഴി പ്രാർത്ഥനകൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ 13-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിസ്കൻ സന്യാസികളാണ് പ്രധാന പങ്കുവഹിച്ചത്. 1342 ഫ്രാൻസിസ്കൻ സന്യാസികൾക്ക് ജെറുസലേമിലെ വിശുദ്ധ സ്ഥലങ്ങളുടെ സംരക്ഷണ ചുമതല ലഭിച്ചത്. അവർ യൂറോപ്പിലുടനീളം പള്ളികളിൽ കുരിശിന്റെ വഴിയുടെ സ്ഥലങ്ങൾ സ്ഥാപിച്ചു. ആദ്യകാലത്ത് കുരിശിന്റെ വഴിയുടെ സ്ഥലങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. ചിലപ്പോൾ അത് 7-ഉം 37-ഉം ഒക്കെയായി വന്നിരുന്നു. എങ്കിലും 18-ാം നൂറ്റാണ്ട് മുതൽക്കാണ് കുരിശിന്റെ വഴിയിലെ ധ്യാനങ്ങൾ 14 എന്ന രീതിയിൽ അംഗീകരിക്കപ്പെട്ടത്. 1731 ക്ലെമൻ 12-ാമൻ പാപ്പ എല്ലാ കത്തോലിക്ക പള്ളികളിലും കുരിശിന്റെ വഴി സ്ഥാപിക്കാൻ ഔദ്യോഗിക അനുവാദം നൽകുകയും പോപ്പ് ബെനഡിക്ട് 14-ാമൻ ഈ പ്രാർത്ഥനാ രീതിക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും ചെയ്തു. ഇപ്പോൾ കാണുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ നിർമ്മാണം 1506 ആരംഭിച്ച് 1626 പൂർത്തിയായത്. ഈ പുതിയ ബസിലിക്കയുടെ അകത്ത് ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ ചിത്രങ്ങളായി സ്ഥാപിച്ചിരുന്നു. ജെറുസലേമിലെ യഥാർത്ഥ വഴിയിലൂടെ ക്രിസ്തു നടന്നുപോയതിന്റെ ആത്മീയ അനുഭവം നൽകുന്ന വിധത്തിലായിരുന്നു അവയുടെ സ്ഥാപനം. വത്തിക്കാനിലെ കുരിശിന്റെ വഴി പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം മാർപ്പാപ്പമാർ തന്നെയാണ് ഈ പ്രാർത്ഥന നയിക്കുന്നത്. എന്നാൽ കുരിശിന്റെ വഴി പ്രാർത്ഥന നടക്കുന്നത് കൊളോസിയത്തിൽ വച്ചാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ക്രൈസ്തവർ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലമാണ് കൊളോസിയം. 1749 പോപ്പ് ബെനഡിക്ട് 14-ാമനാണ് കൊളോസിയത്തിൽ കുരിശിന്റെ വഴി ഔദ്യോഗികമായി സ്ഥാപിച്ചത്. ലയോ 14-ാമൻ പാപ്പയുടെ കാരുണ്യത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയുമായ വ്യക്തിത്വം അനാവരണം ചെയ്യുന്ന ഒരു വാർത്തയാവാം അടുത്തത്. ദുരിതമനുഭവിക്കുന്ന യുക്രൈൻ ജനതയെ തന്റെ ഹൃദയത്തോടെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന അവരുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പങ്കുചേരുന്ന ലയോ പാപ്പ ദുരിതക്കയത്തിൽ കഴിയുന്ന യുക്രൈൻകാർക്കായി വീണ്ടും കാരുണ്യത്തിന്റെ കരം നീട്ടിയിരിക്കുന്നു.
ഇത്തവണ പാപ്പ യുക്രൈനിലേക്ക് കയറ്റി അയച്ചിരിക്കുന്നത് ആവശ്യ മരുന്നുകളും 1000-ലധികം ഇലക്ട്രിക് റേഡിയേറ്ററുകളുമാണ്. റഷ്യൻ വ്യോമാക്രമണങ്ങൾ മൂലം ഗുരുതര സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന സ്പോരിജിയ മേഖലയിലേക്കാണ് ഇത്തവണ പാപ്പയുടെ സഹായം എത്തുന്നത്. പാപ്പയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായുള്ള കാര്യാലയത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ കോൺറാഡ് ക്രജേവിസ്കിയുടെ നേതൃത്വത്തിലുള്ള ഓഫീസ് വഴിയാണ് €1 മില്യൺ വില വരുന്ന ആവശ്യമരുന്നുകൾ അയച്ചിരിക്കുന്നത്. 1000-ഓളം കുടുംബങ്ങളാണ് സ്പോരിജിയ മേഖലയിൽ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോകുന്നത്. അതിശൈത്യമാണ് ഇവിടെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതിന് പരിഹാരമായാണ് ഇലക്ട്രിക് റേഡിയേറ്ററുകൾ അയച്ചിരിക്കുന്നത്. ഫെബ്രുവരിയിലെ ആദ്യ വാരത്തിൽ 80 ജനറേറ്ററുകളും ഡിസംബറിൽ 3 ട്രക്ക് നിറയെ ഭക്ഷണ വിഭവങ്ങളും പാപ്പ യുക്രൈനിലേക്ക് അയച്ചിരുന്നു. 2022 ഫെബ്രുവരി 24-നാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത്. ആയിരങ്ങൾ ഇതിനകം മരിച്ചു വീഴുകയും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള 10,000-ങ്ങൾക്ക് പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. 4 വർഷങ്ങൾക്കിപ്പുറവും ദുരിതം യുക്രൈൻ മേലെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാപ്പ നൽകുന്ന ഈ സഹായം ഏറെ വിലയുള്ളതാണ്. എത്രയോ ഇരകൾ, എത്രയോ ജീവിതങ്ങളും കുടുംബങ്ങളും, എത്രയോ നാശം, പറഞ്ഞറിയിക്കാനാവാത്ത എത്രയോ കഷ്ടപ്പാടുകൾ എന്നിങ്ങനെ ഫെബ്രുവരി 22-ന് മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം യുക്രൈൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പാപ്പ പ്രതികരിച്ചിരുന്നു. ആയുധങ്ങളെ നിശബ്ദമാക്കാനും ബോംബ് സ്ഫോടനങ്ങൾ അവസാനിപ്പിക്കാനും കാലതാമസമില്ലാതെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനും അപ്രകാരം സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുന്നതിന് സംഭാഷണം ശക്തിപ്പെടുത്താനും പാപ്പ അഭ്യർത്ഥിച്ചിരുന്നു. ലയോ പാപ്പയുടെ അപ്പസ്തോലിക യാത്രകളെക്കുറിച്ച് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മാധ്യമലോകം. പാപ്പ സന്ദർശിക്കാനിടയുള്ള പല രാജ്യങ്ങളെക്കുറിച്ചും സാധ്യതാ പരിശോധന നടത്തുന്നതിൽ മാധ്യമങ്ങൾ തമ്മിൽ മത്സരവുമുണ്ട്. മാധ്യമങ്ങളുടെ അത്തരം ഊഹാപോഹങ്ങളെ വെട്ടിക്കളഞ്ഞുകൊണ്ട് പാപ്പയുടെ ഈ വർഷത്തെ അപ്പസ്തോലിക യാത്രകളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു. അതനുസരിച്ച് ഈ വർഷം പാപ്പ നടത്തുന്ന ആദ്യ സന്ദർശനം മൊണാക്കോയിലേക്കായിരിക്കും. മാർച്ച് 28-നാണ് പാപ്പയുടെ മൊണാക്കോ സന്ദർശനം. ഒറ്റ ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന സന്ദർശനം. ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ മൊണാക്കോ സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകത ഈ സന്ദർശനത്തിനുണ്ട്. കത്തോലിക്ക വിശ്വാസം രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായുള്ള യൂറോപ്യൻ രാജ്യമാണ് മൊണാക്കോ. ജൂൺ 6 മുതൽ 12 വരെ തീയതികളിൽ പാപ്പ സ്പെയിൻ സന്ദർശിക്കും. മാഡ്രിഡ്, ബാഴ്സലോണ എന്നിവയെല്ലാം സന്ദർശന സ്ഥലങ്ങളാണ്. 2011-ലെ വേൾഡ് യൂത്ത് ഡേയിൽ പങ്കെടുക്കാൻ പോപ്പ് ബെനഡിക്ട് 16 മാഡ്രിഡിൽ എത്തിയതിനു ശേഷം ആദ്യമായാണ് ഒരു പാപ്പ ഇവിടെ എത്തുന്നത്. എന്നാൽ പാപ്പ നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ യാത്ര ഏപ്രിൽ 13-ന് ആരംഭിക്കുന്ന ആഫ്രിക്കൻ പര്യടനമാണ്. 10 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ യാത്ര 23-നാണ് സമാപിക്കുന്നത്. അൾജീരിയ, കാമറൂൺ, അങ്കോള, ഇക്വറ്റോറിയൽ ഗ്വിനിയ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് പാപ്പ സന്ദർശിക്കുന്നത്. ഗ്വിനിയയിൽ 44 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മാർപ്പാപ്പ എത്തുന്നത്. 1982 ഫെബ്രുവരി 18-ന് ജോൺ പോൾ 2 പാപ്പയാണ് ആദ്യമായി ഇവിടെ എത്തിയത്. ആഫ്രിക്കയെക്കുറിച്ച് നേരിട്ട് അനുഭവവും അറിവുമുള്ള ആധുനിക കാലത്തെ ഏക മാർപ്പാപ്പയാണ് ലയോ 14 പാപ്പ. കാരണം അദ്ദേഹം ഇവിടെ നേരത്തെ സന്ദർശിച്ചിട്ടുണ്ട്. 1985-ൽ വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ ആഫ്രിക്കയിൽ 11 ദിവസങ്ങൾ കൊണ്ട് 7 രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. ഏറെ പ്രത്യേകതയുള്ള 3 അപ്പസ്തോലിക യാത്രകൾ എന്നാണ് ഈ യാത്രകളെ വത്തിക്കാൻ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ക്രൈസ്തവർ ന്യൂനപക്ഷമായ ഇസ്ലാമിക രാജ്യമായ അൾജീരിയ തുടങ്ങി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ മധ്യത്തിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യം വരെ പാപ്പയെത്തുന്നു എന്നതാണ് ഈ സന്ദർശനങ്ങളുടെ ഹൈലൈറ്റ്. വത്തിക്കാനിലെ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ലോകത്തിലെ ഏറ്റവും മികച്ച ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ 6ാം സ്ഥാനത്തേക്ക് ഈ ആശുപത്രി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. US മാഗസിനായ ന്യൂസ് വീക്കാണ് 2026-ൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലിൽ ഒന്നായി ബാംബിനോ ജെസുവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. യൂറോപ്പിലെ ഏറ്റവും പ്രമുഖമായ ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണ് വത്തിക്കാനിലെ ബാംബിനോ ജെസു. 32 രാജ്യങ്ങളിലെ 2500 ഹോസ്പിറ്റലുകളെ നിരീക്ഷണ വിധേയമാക്കിയതിനു ശേഷമാണ് ഈ തിരഞ്ഞെടുപ്പ്. പാപ്പയുടെ ആശുപത്രി എന്നാണ് ബാംബിനോ ജെസു അറിയപ്പെടുന്നത്. ദരിദ്ര കുടുംബങ്ങളിലെ രോഗികളായ കുട്ടികൾക്ക് മികച്ച ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ 1869-ൽ റോമിലെ സമ്പന്ന കുടുംബമായ സാൽവിയേറ്റിയാണ് ഈ ആശുപത്രി സ്ഥാപിച്ചത്. ആദ്യകാലത്ത് ചെറിയൊരു കെട്ടിടത്തിൽ തുടങ്ങിയ ഹോസ്പിറ്റൽ പിന്നീട് വലിയ കേന്ദ്രമായി മാറുകയായിരുന്നു. 1924 മുതൽക്കാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ നിയന്ത്രണത്തിലേക്ക് ഈ ആശുപത്രി വന്നത്. പാപ്പമാർ നേരിട്ട് ഈ ആശുപത്രിയെ പിന്തുണയ്ക്കുകയും ഇവിടെയുള്ള രോഗികളെ സന്ദർശിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പാപ്പയുടെ ആശുപത്രി എന്ന ഇതിന് പേര് വന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പലവട്ടം ഇവിടെ രോഗികളായ കുട്ടികളെ സന്ദർശിച്ചിട്ടുണ്ട്. ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ, യുദ്ധബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ളവർ, അപൂർവ രോഗികൾ എന്നിവർക്കാണ് പ്രധാനമായും ഇവിടെ ചികിത്സ നൽകുന്നത്. ഭൂരിപക്ഷത്തിനും സൗജന്യമായോ അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിലോ ആണ് ചികിത്സ. ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് പ്രത്യാശയുടെ കേന്ദ്രമാണ് ബാംബിനോ ജെസു പീഡിയാട്രിക് ഹോസ്പിറ്റൽ. ചികിത്സാ കേന്ദ്രമായി മാത്രമല്ല, ഗവേഷണ കേന്ദ്രമായും ഇവിടം പ്രശസ്തമാണ്. പുതിയ പല മരുന്നുകളും ഇവിടെ നിന്ന് വികസിപ്പിച്ചെടുക്കുകയും അപൂർവ രോഗങ്ങൾക്കുള്ള ചികിത്സ കണ്ടെത്തുകയും ചെയ്യാറുണ്ട്. ഇന്റർനാഷണൽ പീഡിയാട്രിക് റിസർച്ച് സെന്റർ കൂടിയാണ് ഇവിടം. വർഷത്തിൽ 3 മില്യൺ ഔട്ട് പേഷ്യൻസും 1 ലക്ഷത്തോളം എമർജൻസി കേസുകളും
33,000 സർജറികളും ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വിശ്വാസത്തിന്റെ പ്രധാന പ്രശ്നം ദൈവത്തിൽ വിശ്വസിക്കുക എന്നതോ വിശ്വസിക്കാതിരിക്കുക എന്നതോ അല്ല, മറിച്ച് അവിടുത്തെ അന്വേഷിക്കുക എന്നതാണെന്ന് ലയോ പൊന്നലമൻ പാപ്പ. ദൈവത്തെ തേടുകയും എന്നാൽ നിരീശ്വരവാദിയെന്ന് സ്വയം കരുതുകയും ചെയ്യുന്ന വ്യക്തിയുടെ കത്തിന് നൽകിയ മറുപടിയിലാണ് പാപ്പ ഇക്കാര്യം എഴുതിയത്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു നിരീശ്വരവാദി എന്ന തലക്കെട്ടോടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് സംശയ ദൂരീകരണത്തിനായി കത്തെഴുതിയ തെക്കൻ ഇറ്റലിയിലെ റോക്കോ എന്ന വ്യക്തിക്കാണ് പാപ്പ മറുപടി നൽകിയത്. വിശുദ്ധ അഗസ്ത്യന്റെ കൺഫഷൻ എന്ന കൃതിയിലെ ചിന്തകളും പാപ്പ കത്തിൽ പങ്കുവച്ചു. നാം എല്ലാവരും സ്നേഹത്തിനായി ദാഹിക്കുന്നവരും ദൈവത്തെ തേടുന്നവരുമാണെന്നും ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അന്തസ്സും മനോഹാരിതയും അടങ്ങിയിരിക്കുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഗാഡലൂപ്പയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലൂടെ ദൈവശാസ്ത്രപരമായ ഉള്ളടക്കം പരിശോധിക്കാനും അതിനെ കൂടുതൽ മനസ്സിലാക്കാനുമുള്ള ശ്രമങ്ങൾ സുവിശേഷത്തെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളോട് ചേർന്നു പോകുന്നതാണെന്ന് ലയോ പൊന്നലമൻ പാപ്പ. ഗാഡ്വലൂപ്പെ മാതാവിന്റെ പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ട് മെക്സിക്കോ നഗരത്തിൽ ഫെബ്രുവരി 24 മുതൽ 26 വരെ നടന്ന ദൈവശാസ്ത്ര അജപാലന കോൺഗ്രസിന് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ സാംസ്കാരിക അനുരൂപണത്തിന്റെ വിശ്വസനീയമായ മാതൃകയും സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിനുള്ള അളവുകോലുമാണെന്ന് പാപ്പ പറഞ്ഞു. 500ഓളം വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ജുവാൻ ടെപ്പയാക്ക് എന്ന തദ്ദേശവാസിക്ക് പരിശുദ്ധ അമ്മ ദർശനം നൽകിയതിൽ നിന്നാണ് ഗാഡ്വലൂപ്പെ മാതാവിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ജൂബിലിക്കു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സംസ്കാരത്തെ ഏറ്റവും ശ്രേഷ്ഠമായി ഉയർത്തിക്കാട്ടുകയോ ഏതെങ്കിലും സംസ്കാരങ്ങളെ അവഗണിക്കുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുന്നതല്ല കത്തോലിക്ക സഭ ഉദ്ദേശിക്കുന്ന സാംസ്കാരിക അനുരൂപണമെന്ന് പാപ്പ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നോർവേക്കാരനായ ബിഷപ്പ് എറിക് വാർഡനെ കുറിച്ച് അടുത്ത കാലം വരെ ഏറെ പേർക്ക് അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പ്രശസ്തനായി മാറിക്കഴിഞ്ഞു. എങ്ങനെയെന്നല്ലേ? മാർപ്പാപ്പയ്ക്ക് നോമ്പുകാല ധ്യാനം നടത്തിയതിന്റെ പേരിൽ. ഫെബ്രുവരി 22 മുതൽ 27 വരെയുള്ള തീയതികളിൽ അപ്പസ്തോലിക് പാലസിലെ പൗളിൻ ചാപ്പലിൽ നടന്ന നോമ്പുകാല ധ്യാനം ഇത്തവണ നയിച്ചത് സിസ്റ്റേറിയൻ സന്യാസി കൂടിയായ ബിഷപ്പ് എറിക് വാർഡൻ ആയിരുന്നു. പാപ്പയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഇദ്ദേഹത്തെ ധ്യാന പ്രസംഗത്തിനായി ക്ഷണിച്ചത്. മാർപ്പാപ്പയോടൊപ്പം റോമിൽ താമസിക്കുന്ന കർദിനാൾമാരും കൂരിയായിലെ അംഗങ്ങളും ധ്യാനത്തിൽ പങ്കെടുത്തു. ബിഷപ്പ് വാർഡന്റെ ജീവിതത്തിന് അത്ഭുതകരമായൊരു പരിണാമമുണ്ട്. 1974 ജനിച്ച അദ്ദേഹം തുടക്കത്തിൽ നിരീശ്വരവാദിയായിരുന്നു. പിന്നീടാണ് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ആകൃഷ്ടനായതും അതിന്റെ സത്യം ഗ്രഹിച്ച സിസ്റ്റേറിയൻ ഓർഡറിൽ അംഗമായതും. എഴുത്തുകാരൻ എന്ന നിലയിലും ഏറെ ശ്രദ്ധേയനാണ്. ട്രോൺഡാമിലെ മെത്രാൻ കൂടിയായ ഇദ്ദേഹം കഴിഞ്ഞ വർഷം നോമ്പുകാല ധ്യാനം നയിച്ചത് കപ്പൂച്ചൻ വൈദികനായ ഫാദർ റോബർട്ടോ പസോലിനിയായിരുന്നു. മരണത്തിന്മേലുള്ള ക്രിസ്തുവിന്റെ വിജയത്തെയും നിലവിലുള്ള പരീക്ഷണങ്ങളിൽ മറഞ്ഞിരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയെയും ലക്ഷ്യം വെച്ചുള്ള തുടർച്ചയായ നോമ്പുകാലമാണ് ക്രിസ്തീയ ജീവിതമെന്ന ബിഷപ്പ് വാർഡൻ. ഈസ്റ്റർ രാവിനെ കുറിച്ചുള്ള വിശുദ്ധ ബെർണാഡിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ബിഷപ്പ് വാർഡൻ ധ്യാനപ്രസംഗം ഉപസംഹരിച്ചത്. മരണത്തിന്മേലുള്ള ക്രിസ്തുവിന്റെ വിജയത്തെയും നിലവിലുള്ള പരീക്ഷണങ്ങളിൽ മറഞ്ഞിരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയെയും ലക്ഷ്യം വെച്ചുള്ള തുടർച്ചയായ നോമ്പുകാലമാണ് ക്രിസ്തീയ ജീവിതം എന്നായിരുന്നു ആ വാക്കുകൾ. ഒരാഴ്ച നീണ്ടുനിന്ന ധ്യാനത്തിനൊടുവിൽ ധ്യാനഗുരുവിന് ലിയോ പാപ്പ പ്രത്യേകം നന്ദി പറയാൻ മറന്നില്ല. ആഴമേറിയതും ആത്മീയവുമായ അനുഭവമെന്നാണ് ബിഷപ്പ് വാർഡന്റെ ധ്യാനത്തെ മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട മെയ് 8 ഇതേ ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചതും പാപ്പ അനുസ്മരിച്ചു. സഭ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്കിടയിൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമായി ഒരുമിച്ച് കൂടിയത് ഒരു പ്രധാന നിമിഷമായിരുന്നുവെന്നും പാപ്പ പറഞ്ഞു. ബിഷപ്പ് വാർഡന്റെ ധ്യാന പ്രസംഗങ്ങൾ മാർച്ച് അവസാനം വത്തിക്കാൻ പുസ്തകമായി പ്രസിദ്ധീകരിക്കും. 12ാം പിയൂസ് പാപ്പയുടെ 150ാമത് ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് വത്തിക്കാൻ മാർച്ച് 2 സെമിനാർ സംഘടിപ്പിച്ചു. റോമിലെ വല്ലിച്ചെല്ല പരിശുദ്ധ അമ്മയുടെ പേരുള്ള ദേവാലയത്തിലായിരുന്നു സെമിനാർ. കർദിനാൾ ഡൊമിനിക് മുംബർത്ത് സെമിനാറിൽ അധ്യക്ഷനായിരുന്നു. 12ാം പിയൂസ് പാപ്പയുടെ ജീവിതത്തെ മുൻനിർത്തി വിവിധ വിഷയങ്ങളിന്മേലുള്ള പ്രബന്ധങ്ങളാണ് അവതരിപ്പിച്ചത്. ഇനി പിയൂസ് 12ാമൻ പാപ്പയുടെ ജീവിതത്തിലൂടെ വേഗത്തിലൊന്ന് കടന്നുപോകാം. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനശക്തിയുള്ള പാപ്പയായിരുന്നു പിയൂസ് 12ാമൻ പാപ്പ. 2ാം ലോക മഹായുദ്ധത്തിന്റെ ഇരുണ്ട കാലത്ത് ആഗോള കത്തോലിക്ക സഭയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് 12ാം പിയൂസ് മാർപ്പാപ്പയായിരുന്നു. അതുകൊണ്ട് തന്നെ യുജീനിയോ മരിയോ ജൂസപ്പെ ജിയോവാനി പാച്ചെല്ലി എന്ന പേര് സഭയിൽ മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ അവിസ്മരണീയമായിരിക്കും. വത്തിക്കാനുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു കുടുംബത്തിലായിരുന്നു പാച്ചെല്ലിയുടെ ജനനം. അദ്ദേഹത്തിന്റെ പിതാവ് വത്തിക്കാനിലെ അഭിഭാഷകനായിരുന്നു. ആത്മീയവും അതേസമയം ഭൗതികവുമായ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്നതിന് ഈ സാഹചര്യം അദ്ദേഹത്തെ ഏറെ സഹായിച്ചിരുന്നു.
യുവാവായിരിക്കെ തന്നെ ദൈവവിളി തിരിച്ചറിയുകയും റോമിലെ സെമിനാരിയിൽ ചേരുകയും ചെയ്തു. 1899 ഏപ്രിൽ 2 അദ്ദേഹം വൈദികനായി. വിദേശകാര്യങ്ങളിലും നയതന്ത്രത്തിലുമായിരുന്നു പാച്ചിലിയുടെ കഴിവ് കൂടുതൽ പ്രകടമായിരുന്നത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത്, അതായത് 1917 കാലഘട്ടത്തിൽ ജർമ്മനിയിലെ അപ്പസ്തോലിക് ന്യൂൻഷോയെ അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. യുദ്ധത്തിന്റെ ഭീകരതയും തീക്ഷ്ണതയും തീവ്രതയും ആഴത്തിൽ മനസ്സിലാക്കാൻ ഇക്കാലയളവ് അദ്ദേഹത്തെ സഹായിച്ചു. 1929 കർദിനാളായി ഉയർത്തപ്പെട്ടു. 1939 മാർച്ച് 2 പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. അന്ന് പാച്ചിലിയുടെ ജന്മദിനമായിരുന്നു. വൈകാതെ 2ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അടുത്തടുത്ത് 2 ലോകമഹായുദ്ധങ്ങൾക്ക് അദ്ദേഹം സാക്ഷിയായി. യുദ്ധത്തിനെതിരെ പിയൂസ് 12 പാപ്പ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരുന്നു. യുദ്ധം മനുഷ്യരാശിയുടെ നാശമാണെന്നും സമാധാനം മാത്രമാണ് മനുഷ്യന്റെ രക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആയിരക്കണക്കിന് യഹൂദരെ അദ്ദേഹം ഇക്കാലയളവിൽ സഹായിച്ചിട്ടുണ്ട്. വത്തിക്കാനിലെ മഠങ്ങളിലും ദേവാലയങ്ങളിലും പാപ്പ നിരവധി യഹൂദരെ രഹസ്യമായി താമസിപ്പിക്കുകയും അങ്ങനെ അവരുടെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം നാസി ഭരണകൂടത്തിനെതിരെ തുറന്ന വിമർശനം നടത്തിയില്ലെന്നും ആരോപണമുണ്ട്. ഇത് വാസ്തവ വിരുദ്ധമാണ്. കാരണം അന്ന് പാപ്പ പരസ്യമായി പ്രസ്താവനകൾ നടത്തിയിരുന്നുവെങ്കിൽ കൂടുതൽ യഹൂദർ കൊല ചെയ്യപ്പെടുമായിരുന്നു. അതുണ്ടാവാതിരിക്കാനാണ് രഹസ്യമായി അദ്ദേഹം രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്വം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് പിയൂസ് 12 പാപ്പയായിരുന്നു. 1950 പാപ്പ ഈ പ്രഖ്യാപനം നടത്തിയത്. 1958 ഒക്ടോബർ 9 ഇറ്റലിയിലെ കാസിൽ ഗുണ്ടോൽഫിൽ വെച്ചായിരുന്നു അന്ത്യം. പാപ്പമാരുടെ അവധിക്കാല വിനോദ കേന്ദ്രമാണ് കാസിൽ ഗുണ്ടോൽഫ. അവിടെ വെച്ച് ആദ്യമായിട്ടായിരുന്നു ഒരു പാപ്പയുടെ അന്ത്യം സംഭവിച്ചത്. 19 വർഷമാണ് പിയൂസ് 12 പാപ്പ പദവിയിലുണ്ടായിരുന്നത്. 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിസ്കൻ വൈദികനായ ഗബ്രിയേൽ മരിയായെ ലയോ 12 പാപ്പ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നത് സ്പെഷ്യൽ റൂൾ ഉപയോഗിച്ച്. എക്കിപ്പൊലൻ ബിയാറ്റിഫിക്കേഷൻ എന്നാണ് ഈ സ്പെഷ്യൽ റൂളിന് പറയുന്ന പേര്. പുണ്യജീവിതം നയിച്ച ഒരു വ്യക്തിയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നതിന് ആവശ്യമായ അത്ഭുതങ്ങളും തെളിവുകളും വേണം. വ്യക്തിയുടെ വിശുദ്ധ ജീവിതത്തിന് പുറമെ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഇവ. എന്നാൽ ഇവിടെ ഗബ്രിയേൽ മരിയായെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളുടെ ഔദ്യോഗിക തെളിവ് ഇല്ലാതെ അദ്ദേഹത്തിന്റെ വിശുദ്ധ ജീവിതവും പാരമ്പര്യ വണക്കവും മാത്രം അടിസ്ഥാനമാക്കി പാപ്പ നൽകുന്ന പ്രത്യേക പദവി അനുസരിച്ച് വാഴ്ത്തപ്പെട്ടവനാക്കുന്ന രീതിയാണ്. ഇതിനെയാണ് എക്കിപ്പൊലൻ ബിയാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. പാപ്പ നേരിട്ട് പ്രഖ്യാപിക്കുന്നു എന്നതും പുതിയ അത്ഭുതത്തിന്റെ തെളിവ് ആവശ്യമില്ല എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. ജനങ്ങൾക്ക് ദീർഘകാലമായി പ്രസ്തുത വ്യക്തികളോട് വണക്കം ഉണ്ടായിരിക്കണമെന്നത് ഇതിൽ പ്രധാനപ്പെട്ടതാണ്. പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ചില വിശുദ്ധന്മാർക്ക് അവർ മരിച്ചതിന് 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അവരുടെ വിശുദ്ധ ജീവിതവും ആളുകൾക്ക് അവരോടുള്ള വണക്കവും മുൻനിർത്തി എക്കിപ്പൊലൻ ബിയാറ്റിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന നാമകരണ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ പാപ്പയുടെ പ്രത്യേക അധികാരത്തിൽ നൽകുന്ന വാഴ്ത്തപ്പെട്ട പദവിയാണ് ഇതെന്ന് ചുരുക്കത്തിൽ പറയാം. ഡോക്ടർ ഓഫ് ദി ചർച്ചായി ആദരിക്കപ്പെടുന്ന സെന്റ് ഹിൽഡെഗാർഡ് ഓഫ് ബിംഗന്റെ കാര്യത്തിൽ ബെനഡിക്ട് 16 പാപ്പ ഈ ആനുകൂല്യം നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പിയറെ ഫേവ്രയെ ഇതുപോലെയാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ സഹയാത്രികനായിരുന്നു ഇദ്ദേഹം. വിശുദ്ധ പിയറെ ഫേവ്രയെ കൂടാതെ ജോസഫ് ഡി അൻഷിയേറ്റ, ഫ്രാൻസിയോസ് ഡി ലേവൽ, മേരി ഓഫ് ദി ഇൻകാർനേഷൻ, ബർത്തലോമിയോ ഓഫ് ദി മാർട്ടിയേഴ്സ്, മാർഗരറ്റ് ഓഫ് കാസ്റ്റല്ലോ എന്നിവരുടെ കാര്യത്തിലും എക്കിപ്പൊലൻ ബിയാറ്റിഫിക്കേഷനാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഗബ്രിയേൽ മരിയയുടെ ജീവിതകാലത്ത് ഇന്നത്തേതുപോലെ നാമകരണ നടപടികൾക്ക് ആസൂത്രിത രൂപമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്ഭുതങ്ങളുടെ പേരിലുള്ള വിശുദ്ധ പദ പ്രഖ്യാപനങ്ങൾ അക്കാലത്ത് കുറവായിരുന്നു. എന്നാൽ ഗബ്രിയേലിനെ ജീവിതകാലത്തും അദ്ദേഹം മരിച്ചതിന് ശേഷവും ആളുകൾ വിശുദ്ധനായി തന്നെയാണ് കണക്കാക്കിയിരുന്നത്. അദ്ദേഹം മരിച്ചയുടൻ തന്നെ അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം തേടി ആളുകൾ പ്രാർത്ഥിക്കുകയും അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്തതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവവുമായുള്ള ബന്ധം ഇല്ലാതെ വരുമ്പോഴാണ് ജീവിതം ക്രമരഹിതമായി തീരുന്നതെന്ന് ലയോ പാപ്പ. സ്പെയിനിൽ നിന്ന് എത്തിയ സെമിനാരി വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയുമായിരുന്നു മാർപ്പാപ്പ. സ്പെയിനിലെ അക്ലാദെ, എനാറസ്, ടൊളേദോ, കത്തലൂഞ്ഞ, കർത്തഹേന എന്നീ രൂപതകളിൽ നിന്നുള്ള സെമിനാരി വിദ്യാർത്ഥികളാണ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുന്നതിന് വേണ്ടിയാണ് മനുഷ്യവംശത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ എപ്പോൾ മുതൽ ആ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നുവോ അപ്പോൾ മുതൽ ജീവിതം ക്രമരഹിതമായി തീരും. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയും എന്നാൽ ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധം ഇല്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു പുരോഹിതനേക്കാൾ അസ്വാഭാവികമായി മറ്റെന്താണുള്ളത്? പാപ്പ ചോദിച്ചു. ദൈവത്തിൽ ജീവിക്കാതെ ദൈവത്തിന്റെ കാര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിനേക്കാൾ അപകടകരമായി മറ്റൊന്നില്ല. സെമിനാരി രൂപീകരണത്തിൽ സൈക്കോളജി പോലെയുള്ള ഉപകരണങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെടുത്തുന്ന നായകൻ പരിശുദ്ധാത്മാവാണെന്ന് പാപ്പ വ്യക്തമായി ഓർമ്മിപ്പിച്ചു. എല്ലാ പൗരോഹിത്യ സ്വീകരണത്തിന്റെയും അടിസ്ഥാനം ദൈവത്തോടൊപ്പം വസിക്കുകയും ഉള്ളിൽ നിന്ന് രൂപപ്പെടാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതാണെന്നും പാപ്പ പറഞ്ഞു.
ലയോ പതിനാലാമൻ പാപ്പയുടെ റോം രൂപത ഇടയ സന്ദർശനം തുടരുന്നു. ഇന്നലെ പാപ്പ റോമിന്റെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ദേവാലയമാണ് സന്ദർശിച്ചത്. വൈകുന്നേരം 4 മണിക്ക് എത്തിച്ചേർന്ന പാപ്പയെ കർദിനാൾ ബാൾഡോ റെയ്നയും ദേവാലയ വികാരി ഫാദർ ഡാനിയേല കനാലിയും ചേർന്ന് സ്വീകരിച്ചു. ദയോണിയൻ വൈദികർ എന്നും യേശുവിന്റെ തിരുഹൃദയത്തിന്റെ വൈദികർ എന്നും അറിയപ്പെടുന്ന പൊന്തിഫിക്കൽ സന്യസ്ത സമൂഹത്തിലെ വൈദികർക്കാണ് ദേവാലയ ചുമതല ഉള്ളത്. 1963 മാർച്ച് 3-ന് ജോൺ 23-ാമൻ പാപ്പയും 1980 മാർച്ച് 3-ന് ജോൺ പോൾ 2-ാമൻ പാപ്പയും ഈ ദേവാലയം സന്ദർശിച്ചിട്ടുണ്ട്. 1948-ൽ നിർമ്മാണം ആരംഭിക്കുകയും 1954-ൽ പൂർത്തിയാകുകയും ചെയ്ത ദേവാലയമാണ് ഇത്. മതബോധന വിദ്യാർത്ഥികൾ, വയോധികർ, രോഗികൾ, ഭിന്നശേഷിക്കാർ, ദരിദ്രർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ പ്രതിനിധികളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. പരിശുദ്ധ കുർബാനയ്ക്കിടയിൽ പാപ്പ നൽകിയ സന്ദേശം അബ്രഹാമിന്റെ ജീവിതത്തിലെ വിശ്വാസ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അബ്രഹാമിനൊപ്പം നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസയാത്രയിൽ സ്വയം തിരിച്ചറിയാൻ കഴിയും. യേശുവിനെ ശ്രവിക്കുക എന്നതാണ് ഏറ്റവും അത്യാവശ്യമായ കടമ. എല്ലാം പ്രത്യാശയാൽ രൂപാന്തരപ്പെടുത്തുന്ന വിശ്വാസത്തിന്റെ ഒരു ദർശനം വളർത്തിയെടുക്കുക എന്നതാണ് സുവിശേഷം ഒരു രൂപതയെ ഏൽപ്പിക്കുന്ന ദൗത്യമെന്നും പാപ്പ പറഞ്ഞു. നമുക്ക് സമൂഹം കെട്ടിപ്പടുക്കാം എന്ന ഇടവകയുടെ മുദ്രാവാക്യവും പാപ്പ ആവർത്തിച്ചു. ലയോ പതിനാലാമൻ പാപ്പ ഒരു വാഹനപ്രേമിയാണ്. മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തനായി ഡ്രൈവ് ചെയ്യാനാണ് അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്നത്. ലയോ പാപ്പയെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററിയിൽ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലുള്ള ഒരു സഹോദരൻ ലയോ പാപ്പയെക്കുറിച്ച് പറയുന്നത് തന്നെ പാപ്പയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ ഏറെ ഇഷ്ടമാണ് എന്നാണ്. വാഹനപ്രേമമാണ് താൻ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ ഡാർക്ക് ബ്ലൂ ജർമ്മൻ വാനായ വോക്സ്വാഗൻ മൾട്ടിവാൻ PHEV 4 മോഷൻ തിരഞ്ഞെടുക്കാനും ലയോ പാപ്പയെ പ്രേരിപ്പിച്ചത്. 6 പേർക്ക് സഞ്ചരിക്കാൻ യോഗ്യമായ വാഹനമാണിത്. വത്തിക്കാനിൽ നിന്ന് 25 മൈൽ അകലെയുള്ള കാസൽ ഗൊണ്ടോൽഫിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പാപ്പ ഉപയോഗിക്കുന്നത് ഈ വാഹനമാണ്. വാഹനം ഓടിക്കാതെ ഒരു യാത്രക്കാരനായി വാഹനത്തിൽ സഞ്ചരിക്കുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് തോന്നുന്നു. ഡോക്യുമെന്ററിയിൽ സഹസന്യാസിയായ വ്യക്തി പറയുന്നത് അങ്ങനെയാണ്. ചിക്കാഗോയുടെ വിശാലമായ പ്രാന്തപ്രദേശങ്ങളിലൂടെയും മിഡ്വെസ്റ്റിന്റെ വിശാലമായ സ്ഥലങ്ങളിലൂടെയും സഞ്ചരിക്കാൻ അന്ന് അദ്ദേഹത്തിന് കാർ ഒഴിച്ചുകൂടാനാവാത്തതായിരുന്നു. ചിക്കാഗോയ്ക്കും അദ്ദേഹം പഠിച്ച ഫിലഡൽഫിയയ്ക്കും അടുത്തുള്ള വില്ലനോവ സർവകലാശാലയ്ക്കും ഇടയിലുള്ള 750 മൈൽ ദൂരം വേഗത്തിൽ അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നു. ഡ്രൈവിംഗ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. കാരണം അത് ചിന്തിക്കാനും ആളുകൾ ഒപ്പമുണ്ടെങ്കിൽ സംസാരിക്കാനുമുള്ള സമയമായിരുന്നു. ലയോ പാപ്പയുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് സഹപാഠികളിൽ ഒരാൾ ഡോക്യുമെന്ററിയിൽ പറയുന്നത് അതാണ്. ഫോർഡ് ആയിരുന്നു ലയോ പാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട വാഹനമെന്നും അദ്ദേഹം പറയുന്നു. ചിക്ലായോയിൽ നിന്ന് ലീമിയിലേക്ക് 12 മുതൽ 14 മണിക്കൂർ വരെയുള്ള യാത്രയിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോകാനും അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. ലയോ പാപ്പയുടെ കാർ ഭ്രമം മനസ്സിലാക്കി പല കാർ നിർമ്മാണ കമ്പനികളും വാഹനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും പാപ്പ അവയെല്ലാം ഓടിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മാർപ്പാപ്പമാർക്ക് സമ്മാനമായി നൽകുന്ന വാഹനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനസഹായത്തിനായി ലേലം ചെയ്യുകയാണ് പതിവ്. 2017-ൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കിട്ടിയ വെളുത്ത ലംബോർഗിനി ഇപ്രകാരം ലേലത്തിലൂടെ സമാഹരിച്ചത് $8,42,000 ആയിരുന്നു. യുദ്ധങ്ങളുടെ ഇരുണ്ട കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ശബ്ദമുയർത്തി ലയോ പതിനാലാമൻ പാപ്പ. മിഡിൽ ഈസ്റ്റും ഇറാനും തമ്മിലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുകയും യുദ്ധാന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ലയോ 14-ാമൻ പാപ്പ പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുദ്ധത്തിലൂടെ കടന്നുപോകുന്ന രാജ്യങ്ങളുടെ പേരുകൾ പാപ്പ പ്രത്യേകം പരാമർശിച്ചു. സ്ഥിരതയും സമാധാനവും ഉണ്ടാകുന്നത് പരസ്പര ഭീഷണികളിലൂടെയോ നാശം, വേദന, മരണം എന്നിവ വിതയ്ക്കുന്ന ആയുധങ്ങളിലൂടെയോ അല്ല എന്നും ന്യായവും അധികാരവും ഉത്തരവാദിത്വപൂർണവുമായ സംഭാഷണങ്ങളിലൂടെയാണെന്നും പാപ്പ പറഞ്ഞു. സംഘർഷ മേഖലയിൽ സമാധാനം പുലരുന്നതിനു വേണ്ടിയും പാപ്പ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ദാനമായ സമാധാനത്തിന് മാത്രമേ ജനങ്ങൾക്കിടയിലെ മുറിവുകൾ ഉണക്കാൻ കഴിയൂ. ലോകത്തിലെ എല്ലാ സംഘർഷങ്ങളിലും ഐക്യം നിലനിൽക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പാപ്പ ആഹ്വാനം ചെയ്തു. ദൈവത്തിന്റെ ദാനമായ സമാധാനം മുറിവേറ്റവരുടെ ഹൃദയങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും കടന്നു ചെല്ലട്ടെ എന്നും അത് അവരെ സൗഖ്യപ്പെടുത്തട്ടെ എന്നും പാപ്പയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വത്തിക്കാൻ ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. സമാധാനം നിറഞ്ഞ ശാന്തിയും സന്തോഷവുമുള്ള ദിവസങ്ങൾ ലോകത്തിൽ പുലരട്ടെ എന്ന ആശംസയോടെ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി.